ശങ്കരനാരായണന് വിട. മഞ്ചേരി ചാരങ്കാവ് ചേണോട്ടുകുന്നിൽ പൂവഞ്ചേരി തെക്കേ വീട്ടിൽ ശങ്കരനാരായണൻ. മകളെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ വെടിവെച്ചു കൊന്ന ഒരച്ഛൻ. സമൂഹത്തിന് അദ്ദേഹം ഒരു ഹീറോയാണ്. ഓമനിച്ച് വളർത്തിയ കുഞ്ഞുമകൾക്ക് വേണ്ടി നീതി നടപ്പിലാക്കിയ ചങ്കുറപ്പുള്ള ഒരച്ഛൻ. പക്ഷേ 13 വയസ്സുവരെ മാത്രം ചിത്രശലഭത്തെ പോലെ പാറി നടന്ന തന്റെ മകളുടെ വിധിയോർത്ത് മരണം വരെയും നീർനീറി കഴിയുകയായിരുന്നു ആ അച്ഛൻ. ഒടുവിൽ അദ്ദേഹവും മകളുടെ ലോകത്തേക്ക് യാത്രയായി. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നായിരുന്നു മരണം. ശങ്കരനാരായണന് ആദരാഞ്ജലികൾ. 2001 ഫെബ്രുവരി 9 കൃഷ്ണപ്രിയ കൊല്ലപ്പെട്ടത്. ശങ്കരനാരായണനും ഭാര്യ ശാന്തകുമാരിക്കും 2 ആൺമക്കൾക്ക് ശേഷം ജനിച്ച കുഞ്ഞാണ് കൃഷ്ണപ്രിയ. എല്ലാവരുടെയും പൊന്നോമന. 7ാം ക്ലാസ്സിൽ പഠിക്കെ ഫെബ്രുവരി 9 കുട്ടിയെ കാണാതായി. സ്കൂൾ വിട്ട് 4 മണിക്ക് തന്നെ വീട്ടിലേക്ക് മടങ്ങിയെങ്കിലും ഏറെ വൈകിയും കുട്ടി വീട്ടിലെത്തിയില്ല. കുട്ടിയെ കാണാതായതോടെ അന്വേഷണം തുടങ്ങി. അന്വേഷണത്തിൽ രാത്രി 9 മണിയോടെ കൃഷ്ണപ്രിയയുടെ മൃതദേഹം സമീപത്തെ കുറ്റിക്കാട്ടിൽ നിന്ന് കണ്ടെത്തി. കൃഷ്ണപ്രിയ അണിഞ്ഞിരുന്ന ആഭരണങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു. പോസ്റ്റ്മോർട്ടത്തിൽ പീഡനം നടന്നതായി കണ്ടെത്തി. കൊലപാതകിയെ കണ്ടെത്താനുള്ള അന്വേഷണത്തിൽ അയൽവാസിയായ ചാരങ്കാവ് കുന്നുമ്മൽ മുഹമ്മദ് കോയ പിടിയിലായി. കൃഷ്ണപ്രിയയുടെ ആഭരണങ്ങളും കോയയുടെ പക്കൽ നിന്ന് പോലീസ് കണ്ടെത്തി. കൃഷ്ണപ്രിയയെ കാണാനില്ല എന്ന് അറിഞ്ഞതു മുതൽ അന്വേഷണത്തിൽ മുൻപന്തിയിലുണ്ടായിരുന്ന ആളാണ് മുഹമ്മദ് കോയ. അതുകൊണ്ട് തന്നെ മകളുടെ ഘാതകൻ കോയയാണെന്നറിഞ്ഞപ്പോൾ ആ അച്ഛൻ ഞെട്ടിപ്പോയി. സ്ത്രീകളെ ഉപദ്രവിച്ചതടക്കം നിരവധി കേസുകളിൽ പ്രതിയായിരുന്നു മുഹമ്മദ് കോയ. പിന്നീട് 2002 ജൂണിൽ ജാമ്യത്തിലിറങ്ങിയ മുഹമ്മദ് കോയയെ കാണാതായി. ബന്ധുക്കളുടെ പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങി. അന്വേഷണത്തിൽ ശങ്കരനാരായണന്റെ പറമ്പിലെ കിണറ്റിൽ നിന്ന് കോയയുടെ മൃതദേഹം കണ്ടെത്തി. തുടർന്ന് ശങ്കരനാരായണനെയും അദ്ദേഹത്തിന്റെ 2 സുഹൃത്തുക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ശങ്കരനാരായണനും സുഹൃത്തുക്കളായ അനിമോനും മാഞ്ചേരിയൻ ശങ്കരനാരായണനും ആസൂത്രിതമായി കൊല നടത്തിയെന്നാണ് കേസ്. മകളുടെ കൊലയാളി ജാമ്യത്തിലിറങ്ങി സ്വതന്ത്രനായി നടക്കുന്നത് ശങ്കരനാരായണനെ ദുഃഖിതനാക്കി. ഇത് സുഹൃത്ത് അനിമോന്റെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. തുടർന്നാണ് ശങ്കരനാരായണനും സുഹൃത്തുക്കളും ചേർന്ന് കോയയെ കൊലപ്പെടുത്താൻ തീരുമാനിക്കുന്നത്. ഇതിനായി സുഹൃത്ത് ശങ്കരനാരായണന് ഒരു നാടൻ തോക്ക് തരപ്പെടുത്തി കൊടുത്തു. ശേഷം അനിമോനും ശങ്കരനാരായണനും തന്ത്രപൂർവ്വം പ്രതി കോയയുമായി സൗഹൃദത്തിലായി. 2002 ജൂലൈയിൽ ഇരുവരും കോയയെ സമീപത്തെ വിഷ്ണു ക്ഷേത്രത്തിന് അടുത്തുള്ള പാറയിൽ മദ്യപിക്കാൻ കൂട്ടിക്കൊണ്ടുപോയി. കോയ കുടിച്ച് ലക്ക് കേട്ടപ്പോൾ സുഹൃത്തുക്കളുടെ നിർദ്ദേശപ്രകാരം ഒളിച്ചിരുന്ന ശങ്കരനാരായണൻ കോയയുടെ സമീപത്തെത്തി നാടൻ തോക്ക് ഉപയോഗിച്ച് നെഞ്ചിൽ വെടിവെച്ചു കൊന്നു. പിന്നീട് മൃതദേഹം കെട്ടിവരിഞ്ഞ് ശങ്കരനാരായണന്റെ പറമ്പിലെ കിണറ്റിൽ തള്ളി. ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് കൊല നടത്തിയത് പാപമാണെന്ന് വിശ്വസിച്ച ശങ്കരനാരായണൻ ചാണകവെള്ളം ഉപയോഗിച്ച് കൊല നടത്തിയ ഇടം വൃത്തിയാക്കി. ഒരു ഘട്ടത്തിൽ കുറഞ്ഞ ശിക്ഷയിൽ പ്രതി രക്ഷപ്പെടുമെന്ന് സംശയിച്ച ശങ്കരനാരായണൻ സ്വയം നീതി നടപ്പിലാക്കിയതിന് സമൂഹം പിന്തുണ നൽകിയെങ്കിലും നിയമം കയ്യിലെടുക്കാൻ അവകാശമില്ലെന്ന് ചൂണ്ടിക്കാട്ടി മഞ്ചേരി സെഷൻസ് കോടതി 3 പേർക്കും ജീവപര്യന്തം കഠിന തടവിന് വിധിച്ചു. പിന്നീട് കൊല്ലപ്പെട്ട മുഹമ്മദ് കോയയുടെ ദുർനടപ്പ് കാരണം ശങ്കരനാരായണൻ മാത്രമാകില്ല ശത്രുവെന്നും കൊലപ്പെടുത്താൻ തക്ക പക ആർക്കും ഉണ്ടാകുമെന്ന് ചൂണ്ടിക്കാട്ടി തെളിവുകളുടെ അഭാവത്തിൽ 2006 ഹൈക്കോടതി ശങ്കരനാരായണനെ വെറുതെ വിട്ടു. ശങ്കരനാരായണന്റെ വേദനയ്ക്ക് മുന്നിൽ കോടതി പോലും മാനുഷികമായ പരിഗണന നൽകി എന്ന് വേണം കരുതാൻ. എങ്കിലും നീതി നിർവഹണത്തിന്റെ മെല്ലെപ്പോക്കും തിക്താനുഭവങ്ങളിൽ നീതി നിഷേധിക്കപ്പെടുന്നതും കണ്ടുമടുത്ത സമൂഹത്തിന് നേർത്ത നോവ് പടർന്ന സമാശ്വാസത്തിന്റെ നെടുവീർപ്പോടെ അല്ലാതെ ശങ്കരനാരായണനെ ഓർത്തെടുക്കാൻ കഴിയില്ല.